രൺബീർ കപൂർ, രശ്മിക മന്ദാന എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സന്ധ്യ റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത ആനിമൽ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായപ്പോഴും ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സിനിമയിലെ അക്രമരംഗങ്ങളും രക്തച്ചൊരിച്ചിലും കാരണമായിരുന്നു ഇത്. ഇതിന് പിന്നാലെ ലക്ഷ്യ അഭിനയിച്ച കില്ലം ഇതേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഈ രണ്ട് ചിത്രങ്ങളെക്കാൾ വലുതായി ഒരു ഇന്ത്യൻ സിനിമയിലും വയലൻസ് കാണിക്കാൻ പറ്റില്ല എന്നായിരുന്നു പലരും പറഞ്ഞത്. എന്നാൽ ഹനീഫ് അദേനി, ഉണ്ണി മുകുന്ദൻ കൂട്ടുകെട്ടിലെത്തിയ മാർക്കോ ഇതെല്ലാം തിരുത്തി കുറിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രം എന്ന ടാഗ് ലൈനോടെ എത്തിയ മാർക്കോ ഇന്ത്യയൊട്ടാകെ കത്തിപ്പടരുകയാണ് എന്നാണ് ബോക്സ് ഓഫീസിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മലയാളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ എക്കാലത്തെയും അക്രമാസക്തമായ ചിത്രമായി വിശേഷിപ്പിക്കപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. മാർക്കോ അതിന്റെ സെൻസിറ്റിവിറ്റി കൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ഈ ത്രില്ലറിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു എസ് തിലകൻ, കബീർ ദുഹാൻ സിംഗ് എന്നിവരും അഭിനയിക്കുന്നു. ആനിമൽ കിൽ, KGF ഫ്രാഞ്ചൈസി പോലുള്ള സിനിമകളേക്കാൾ കൂടുതൽ രക്തച്ചൊരിച്ചിലും അക്രമവും ഈ ചിത്രത്തിലുണ്ട് എന്നാണ് നിരവധി പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. സ്ക്രീനിലെ അക്രമാസക്തമായ രംഗങ്ങൾ താങ്ങാനാവാതെ തന്റെ അടുത്തിരുന്ന സ്ത്രീ ഛർദ്ദിച്ചു എന്ന് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടിരുന്നു. കുട്ടികൾക്കെതിരായ ഗ്രാഫിക് അക്രമം ഉൾപ്പെടുന്ന രംഗങ്ങൾ വരെ ചിത്രീകരിച്ചിട്ടുണ്ട് മാർക്കോയിൽ. ഇതൊരു ഇന്ത്യൻ സിനിമയിലും ഇല്ലാത്ത ഒന്നാണ്. ജോൺ വിക്ക്, സിൻ സിറ്റി തുടങ്ങിയ രാജ്യാന്തര ആക്ഷൻ ചിത്രങ്ങളുമായാണ് പലരും മാർക്കോയെ താരതമ്യപ്പെടുത്തുന്നത്. അതിനിടെ ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ബോക്സ് ഓഫീസ് ഹിറ്റാക്കാൻ ഒരുങ്ങുന്ന അല്ലു അർജുന്റെ പുഷ്പ 2 വീഴ്ത്തിയാണ് മാർക്കോയുടെ തേരോട്ടം. ഡിസംബർ 20 മാർക്കോ റിലീസ് ചെയ്തത്. ആദ്യ 6 ദിവസത്തിനുള്ളിൽ ഇത് ഇന്ത്യയിൽ നിന്ന് മാത്രം 25 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ 50 കോടിയും ചിത്രം കടന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 20 കോടിയിലേറെ രൂപ മാർക്കോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ സംസ്ഥാനത്ത് 3 ആഴ്ചക്കിടെ നേടിയതിനേക്കാൾ കൂടുതലാണിത്. 30 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രമാണ് മാർക്കോ. മലയാളത്തിനൊപ്പം ഉത്തരേന്ത്യയിൽ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും പ്രദർശനം ആരംഭിച്ചിരുന്നു. തെലുങ്ക് പതിപ്പ് ജനുവരി 1 തിയേറ്ററുകളിലെത്തും. തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ കൂടി സ്വീകാര്യത നേടുന്ന പക്ഷം വലിയ ബോക്സ് ഓഫീസ് നേട്ടമാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആക്ഷന് വലിയ പ്രാധാന്യമുള്ള സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സൺ ആണ്. ചിത്രത്തിനായി 7ഓളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സൺ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് KGF, സലാർ എന്നീ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്രൂറാണ്.